ഹായ് വെൽക്കം ഓൾ. എസ് ജി എ ഫോർമുല എ മാസ്റ്ററിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈ ഇൻസ്റ്റഗ്രാം, എന്തുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാം നമുക്ക് നോക്കിയാലോ. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻസ്റ്റഗ്രാം എന്നും എന്തുകൊണ്ട് ഇനി ഇൻസ്റ്റഗ്രാം എന്നും. കാരണം നമ്മുടെ ടെക്നോളജികൾ ഒരുപാട് മാറി, ആളുകൾ മാറി, അവരുടെ മെന്റാലിറ്റി മാറി, കൾച്ചർ മാറി. ഇതൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. കാരണം ഇന്റർനെറ്റിന്റെ വരവോടെ തന്നെ നിറയെ മാറ്റങ്ങൾ ഉണ്ടായിട്ട് നമുക്കറിയാലേ. യെസ്, അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോം ഗ്ലോബലി നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നു, കണക്ട് ചെയ്യാൻ പറ്റുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സസ് ബില്യൻസ് ഓഫ് ആക്റ്റീവ് യൂസേഴ്സ് ആണ് ഗ്ലോബലി. നമ്മൾ വേൾഡ് വൈഡ് എടുത്തു കഴിഞ്ഞാൽ ബില്യൻസ് ഓഫ് ആളുകളാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഡ് റീച്ച് ആണ്, അതുപോലെ ബ്രാൻഡ് മെസ്സേജ് ആൻഡ് അതായത് നമ്മളിപ്പോൾ ബ്രാൻഡ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് മെസ്സേജസും കാര്യങ്ങളും ഈസി ആയിട്ട് കണക്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ റീച്ച് ചെയ്യാനും നമ്മുടെ ബിസിനസിനെ കൂടുതൽ വൈഡ് ആക്കാനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം വിഷ്വൽ ഡൊമിനൻസ് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാംസ് ഫോട്ടോ ആൻഡ് വീഡിയോ സെൻട്രിക് നാച്ചർ മേക്സ് ഇറ്റ് ഐഡിയൽ ഫോർ ആൻഡ് ഷോക്കേസിംഗ് products and services and brand stories visually and capturing attention and instantly. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അറ്റൻഷൻ സീക്ക് ചെയ്യാനും അവരെ കണക്ട് ചെയ്യാനും ടച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന ഏറ്റവും അടിപൊളി പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും, സർവീസസ് കാണിക്കാൻ പറ്റും, ബ്രാൻഡ് സ്റ്റോറീസ് വിഷ്വലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നിറയെ ഓഡിയൻസിന്റെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാനും അവരെ എൻഗേജ് ചെയ്ത് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു സെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഈ ഓഡിയൻസിന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വലി കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു കസ്റ്റമർ ആക്കി മാറ്റാൻ പറ്റും, ഓഡിയൻസിനെ ഡയറക്റ്റ് കസ്റ്റമർ ആക്കി മാറ്റാൻ പറ്റും ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഡൈവേഴ്സ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഫ്രം ക്വിക്ക് സ്റ്റോറീസ് ടു എൻഗേജിങ് റീൽസ് ആൻഡ് ഷോപ്പബിൾ പോസ്റ്റ്. ഇപ്പോൾ നമുക്ക് സ്റ്റോറീസ്, റീൽസ്, പോസ്റ്റ് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്വിക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അത് മാത്രമല്ല, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഫാസ്റ്റ് റിസൾട്ട് കിട്ടാനും വളരെ നല്ലതാണ്, കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടുന്നതിനും വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കൺസെപ്ഷൻ, നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള കറക്റ്റ് ഡാറ്റ കൺസെപ്ഷൻ, കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്നതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് ഈസി ആയിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് സ്റ്റോറീസ് ആയിക്കോട്ടെ, റീൽസ് ആയിക്കോട്ടെ, പോസ്റ്റ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ നന്നായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ദെൻ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈ ഇൻസ്റ്റഗ്രാം ആൻഡ് ഇപ്പൊ നമുക്ക് ഗ്രോത്ത് എഞ്ചിൻ, എന്തുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഗ്രോത്ത് എഞ്ചിൻ ആണെന്ന് പറയുന്നു. ബ്രാൻഡ് ബിൽഡിംഗ് ആൻഡ് ലോയാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ബിസിനസ്സിലെ ബ്രാൻഡ് ബിൽഡിംഗ് ആൻഡ് ലോയാലിറ്റി. ഓക്കെ, കൾട്ടിവേറ്റ് എ സ്ട്രോങ് വിഷ്വൽ ഐഡന്റിറ്റി ആൻഡ് ബിൽഡ് ബ്രാൻഡ് റെക്കഗ്നിഷൻ ആൻഡ് ഫോസ്റ്റർ ഡീപ് കസ്റ്റമർ കണക്ഷൻസ് ത്രൂ അത്തന്റിക് എൻഗേജ്മെന്റ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് വിഷ്വൽ ഐഡന്റിറ്റിയാണ്. നമുക്കിവിടെ റെക്കഗ്നീഷൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമറുമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല എൻഗേജ്മെന്റ് കൂട്ടാനൊക്കെ പറ്റും. അതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ മൈൻഡിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും മാത്രമല്ല അതിലൂടെ ഓരോ ഓഡിയൻസിനെയും നമുക്ക് നല്ല കസ്റ്റമറാക്കി മാറ്റാനും സാധിക്കും. അത് കൂടുതൽ ബ്രാൻഡ് ലോയാലിറ്റി, കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നമ്മളൊരു ഫെമിലിയർ ആക്കാനും നമ്മളുടെ ഒരു അറ്റൻഷൻ കൂട്ടാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാരണം ഒട്ടുമിക്ക ഓഡിയൻസും ഇന്ന് ഇൻസ്റ്റാഗ്രാമിലാണുള്ളത്. 24 hours കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്ന ഓഡിയൻസിനെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. മില്യൻസ് ഓഫ് ആളുകളാണ് ഡെയിലി വേൾഡ് വൈഡ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബ്രാൻഡ് ബിൽഡിംഗ് നമുക്ക് ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ മാത്രമല്ല വൈഡ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. അതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാം. അതിന്റെ ഒരു സ്റ്റെപ്പ് വൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, റെഗുലർ അപ്ഡേറ്റ്സ് നമുക്ക് കൊണ്ടുവരാം. കസ്റ്റമേഴ്സിന് യൂസ്ഫുൾ ആവുന്ന പോസ്റ്റേഴ്സ്, വീഡിയോസ്, റീൽസ് ആയിട്ട് വിഷ്വലി നമുക്ക് കൊടുക്കാം. അതിലൂടെ കസ്റ്റമേഴ്സിനെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആക്കി കൊണ്ടുവരാം. കസ്റ്റമേഴ്സിന് യൂസ്ഫുൾ ആവുന്ന ഡാറ്റകൾ കൊടുക്കാം.
കസ്റ്റമേഴ്സിനെ നമ്മൾ ഫോളോ ചെയ്യിപ്പിക്കുക, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. കമ്മ്യൂണിറ്റിയിലൂടെ നാളെ ഒരു കസ്റ്റമർ ആക്കി നമ്മൾ എന്ത് ചെയ്യണം, ശരിയായ എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമർ ആക്കി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബിസിനസിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ, പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുവരാൻ പറ്റുന്ന ബെസ്റ്റ് അമേസിംഗ് പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. യെസ്, പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രൈവ് ട്രാഫിക്, generate leads, and facilitate direct sales through integrated shopping features and compelling ad format. അപ്പം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നമുക്ക് ഒരുപാട് ഡയറക്റ്റ് മാർക്കറ്റിംഗും ഡയറക്റ്റ് സെയിൽസും കിട്ടുന്ന രീതിയിലേക്കാണ് ഇൻസ്റ്റാഗ്രാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ദെൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് എൻഗേജ്മെന്റ്, കസ്റ്റമറിനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ ഏറ്റവും നന്നായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്നതും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും ഈ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. ഇന്ററാക്ട് ഡയറക്ട്ലി വിത്ത് യുവർ കമ്മ്യൂണിറ്റി ആൻഡ് gather feedback and build a loyal following that can convert into high ticket clients. 1000 ഫോളോവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഗ്രാജുവലി നിങ്ങൾക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, വിതൗട്ട് എനി കോസ്റ്റ് നിങ്ങളുടെ കസ്റ്റമർ ആക്കി മാറ്റാൻ പറ്റും. അതാണ് ഈ ഇൻസ്റ്റഗ്രാമിന്റെ പവർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിക്കണം. അത് നമുക്ക് ഈ SBA ഫോർമുല എന്ന് പറയുന്ന നമ്മുടെ AI മാസ്റ്ററി കോഴ്സിലൂടെ, നിങ്ങൾക്ക് ബിസിനസ് സക്സസ് മന്ത്ര കോഴ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്ത് നിങ്ങളുടെ ബ്രാൻഡിനെ ബിൽഡ് ചെയ്തിട്ട് അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പഠിച്ചു നിങ്ങൾ ബിസിനസിനെ 0 കോസ്റ്റിലൂടെ നിങ്ങളുടെ ബിസിനസിനെ മാർക്കറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അമേസിംഗ് ട്രെയിനിങ് ആണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു ബിസിനസ് സക്സസ് മന്ത്ര SBA ഫോർമുല വിത്ത് AI മാസ്റ്ററി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എൻറോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒരു പാർട്ട് ആവാം. നിറയെ ബിസിനസ് ഓണേഴ്സ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ കൺസൾട്ടിങ്ങിലൂടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ബിസിനസിനെ മാർക്കറ്റ് ചെയ്ത് ലൈഫിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0 കോസ്റ്റിന് നിങ്ങളുടെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്ന് പറയുന്ന എല്ലാ മീഡിയംസും ഫ്രീ ആണ്. പോസ്റ്റ് ഫ്രീ ആണ്, റീൽസ്, വീഡിയോസ് ഇതെല്ലാം ഫ്രീ ആണ്. നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഈ പ്ലാറ്റ്ഫോമുകൾ തരുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമുകൾ ഫ്രീ ആയിട്ട് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി, ഫ്രീ ഓഫ് കോസ്റ്റ് മാർക്കറ്റിംഗിന് വേണ്ടി എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടെ ബ്രാൻഡ് ബിൽഡിംഗ് എങ്ങനെ ചെയ്യാം, കൂടുതൽ സെയിൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അമേസിംഗ് കോഴ്സാണ്. അപ്പൊ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഇനിയും അങ്ങോട്ട്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റ് വെയിറ്റ്. ആൻഡ് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമന്റ് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഓക്കെ, നമ്മൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.